ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. തമ്പുരാൻ തരുന്ന ദാനം അത് രണ്ട് കൈ നീട്ടി വിശ്വാസത്തോടെ സ്വീകരിക്കുക. ഒരു കുട്ടീനെ വളർത്തുന്ന ഒരു സമൂഹം മൊത്തമാണെന്ന് എന്നെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിട്ടുള്ള. ഡോക്ടറാണെങ്കിൽ തന്നെ ഒരു 3 ആയി കഴിഞ്ഞ് പറഞ്ഞു, നിൻ്റെ മസിൽസൊക്കെ വീക്കാണ്, പിന്നെ അടുത്ത ഡെലിവറിയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും, പ്രസവം നിർത്തുക നല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 5 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ 2 മക്കളായവർക്കൊക്കെ തോന്നി ഇനി ഞങ്ങൾക്ക് മക്കൾ വേണമായിരുന്നു. കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ചു നടത്തുന്ന പാലക്കാട് രൂപതയിലെ സെയിന്റ് മേരീസ് ഫൊറോന ചർച്ച് തത്തമംഗലം ഇടവകാംഗങ്ങളായ തെറൂക്കാട്ടിൽ ഇഞ്ചോടിക്കാരൻ ജോമോന്റെയും സ്വപ്നയുടെയും 5 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. എൻ്റെ പേര് സ്വപ്ന. എൻ്റെ സ്ഥലം നിലമ്പൂർ, എൻ്റെ ഇടവക തേൾപ്പാറയാണ്. എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, പിന്നെ 2 സഹോദരന്മാരാണ് എനിക്കുള്ളത്. പ്രൈമറി വിദ്യാഭ്യാസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലൊക്കെ തന്നെയായിരുന്നു. പിന്നീട് പഠന സൗകര്യത്തിനായിട്ട് അമ്മയുടെ വീട്ടിലും അപ്പൻ്റെ വീട്ടിലൊക്കെയാണ് നിന്ന് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ ഈ പള്ളിയായിട്ട് കൂടുതൽ അടുക്കാനൊക്കെ പറ്റിയെന്ന് വെച്ചാൽ അവിടെ പള്ളിയും വളരെ അടുത്തായതുകൊണ്ട് എന്നും പള്ളിയിൽ പോകാനൊക്കെ പറ്റി. +2 കഴിഞ്ഞ ശേഷം ഞാൻ ഫാർമസിക്ക് ചേർന്നു. അതൊരു ക്രിസ്ത്യൻ സ്ഥാപനമായിരുന്നു. അപ്പോൾ അവിടെയും സിസ്റ്റർമാരുടെ സ്ഥാപനമായതുകൊണ്ട് നമുക്ക് അത് ഒരു പള്ളിയിലൊക്കെ നമ്മളെ എല്ലാ ദിവസവും കൊണ്ടുപോകാനായിട്ട് മുൻകൈ എടുക്കുമായിരുന്നു. അതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെയധികം ഉപകാരപ്പെട്ടു. പിന്നീട് ജോലി കിട്ടിയതും നമ്മുടെ സിസ്റ്റർമാരുടെ സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അവിടെയും ദൈവവുമായിട്ട് അടുക്കാനുള്ള പല അവസരങ്ങളും നമുക്ക് ഉണ്ടായി. ഞാൻ ജോമോൻ പി ഇഞ്ചോടി. ഞാൻ തത്തമംഗലം ഫൊറോന പള്ളിയാണ് എൻ്റെ ഇടവക. ഡാഡി, മമ്മി, ഒരു അനിയൻ, 2 അനിയത്തിമാരടങ്ങുന്ന സന്തോഷ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചും വളർന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം വളരെ അടുത്ത് തന്നെയുള്ള കോളേജുകളിലും സ്കൂളുകളിലാണ് പൂർത്തീകരിച്ചത്. അതിനുശേഷം ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും അമ്മാവനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. എൻ്റെ വിവാഹപ്രായമായപ്പോൾ ഞാൻ ഈശോയോട് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു നല്ല ജീവിത പങ്കാളി ലഭിക്കണമെന്ന്. അങ്ങനെ എനിക്കൊരു ബന്ധു വഴിയായിട്ട് എനിക്കൊരു ആലോചന വരികയും അത് എനിക്ക് അനുയോജ്യമായൊരു ജീവിത പങ്കാളി ലഭിക്കുകയും അത് വിവാഹത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ സമയത്താണ് കല്യാണം ആലോചനകൾ വന്നു തുടങ്ങിയത്. വിവാഹാലോചന വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ചേർന്നൊരു ഇണയെ തുണയെ എനിക്ക് കണ്ടെത്തി തരണമെന്നും ഒരുക്കി തരണമെന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിലമ്പൂരായിരിക്കുന്ന സമയത്ത് ഒരു ബന്ധു വഴിയായിട്ട് ഞാനിപ്പോൾ എൻ്റെ ജീവിതസഖിയായിരിക്കുന്ന സ്വപ്നയുടെ ആലോചന വരികയും അത് തമ്പുരാൻ എനിക്ക് വേണ്ടി തന്നെ ഒരുക്കി തന്നാണെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടുള്ള കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. ഫെബ്രുവരി 18 ഞങ്ങളുടെ വിവാഹം നടന്നത്. ചിറ്റൂർ പള്ളിയിൽ വെച്ചിട്ട് ഫാദർ തോം കിഴക്കെടുത്ത്, ഫാദർ ജോബി കുന്നത്തെടുത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അന്ന് അവിടെ ഒരുക്കിയിരുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം മുഖ്യ കാർമ്മികൻ ഫാദർ തോം കിഴക്കേടത്ത് ഞങ്ങൾക്ക് പ്രത്യേക ആശീർവാദം നൽകിയത് പ്രകാരമാണ് ഞങ്ങൾക്ക് ധാരാളമായിട്ട് മക്കളെ തന്ന് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന്. അതിനു മുമ്പ് തന്നെ അങ്ങനെ വലിയൊരു ആഗ്രഹം ഞാൻ എൻ്റെ ജീവിതസഖിയുമായിട്ട് പങ്കുവച്ചിരുന്നു. ഞങ്ങൾക്ക് ധാരാളം മക്കളെ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം ഞാൻ പറഞ്ഞു. അതിന് സ്വപ്ന വളരെ സന്തോഷമായിട്ട് അതിനുത്തരം നൽകുകയും ചെയ്തു.
ദൈവം ഞങ്ങൾക്ക് 5 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. മൂത്തയാളുടെ പേര് ക്രിസ് പോൾ ജോ. അവന് വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൻ ഓടി നടന്ന് ചെയ്യാറുണ്ട്. പപ്പ ഇപ്പോൾ എവിടെയെങ്കിലും ദൂരെ പോകുക എന്തെങ്കിലാണെങ്കിലും അത് ആ ഉത്തരവാദിത്തം കൂടെ പുള്ളി വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ആൾ കേറ്റ് മേബിള്. ഇപ്പം എൻ്റെ അഭാവത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. സഹോദരങ്ങളെയൊക്കെ അവൾ നന്നായി ടേക്ക് കെയർ ചെയ്യും. മൂന്നാമത്തെ ആൾ കെവിൻ. അവന് അനുസരണശീലവും നല്ല ഉത്തരവാദിത്വ ബോധം അവനുണ്ട്. നാലാമത്തെ ആൾ കെസിയ റോസ്. അവൾ ഇപ്പം നമ്മൾക്കൊരു വയ്യാകിയൊക്കെ വരികയാണെങ്കിൽ നമ്മളെ അടുത്തിരുന്ന് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. 5-മത്തെ ആൾ ക്രിസ്റ്റിൻ ജോസഫ് ജോ. അവൻ വീട്ടിലെ ഓമനയും ഒരു കുസൃതിയാണ്. എങ്കിലും എല്ലാ കാര്യങ്ങളും ചോദിക്കും, ഞാൻ ചെയ്യാം എന്നുള്ള തയ്യാറാണെന്നുള്ളൊരു പങ്കാളിത്തം ഉണ്ട് അവൻ്റെ. ഇതാണ് ഞങ്ങളുടെ മക്കൾ. ഞാനാണ് മൂത്ത മോൻ. ഇവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഒരാഗ്രഹമായിരുന്നു കുറേ സഹോദരങ്ങൾ വേണം. കാരണം അപ്പന് കുറേ സഹോദരങ്ങളുണ്ട്, കസിൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്നപ്പോൾ കുറേ പിള്ളേരെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ എനിക്കും ഓട്ടോമാറ്റിക്കലി ഒരാഗ്രഹമാണ് കുറേ സഹോദരങ്ങൾ വേണം. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് 4 സഹോദരങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരും പല രീതിയിൽ കഴിവുള്ളവരാണ്, ടാലൻ്റ് ഉണ്ട്, അതേപോലെ നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ എന്നും ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് വളരുന്നതും കാണുന്നതും എപ്പോഴും ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ വളർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ വളർത്തുന്ന ഒരു സമൂഹം മൊത്തമാണെന്ന് എന്നെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമൂഹം തന്നെ ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ പല കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, പല കാര്യങ്ങളും ഭാവിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനാണ് 2-മത്തെ ആൾ. ഞാൻ സ്റ്റാർസിലാണ് നിൽക്കുന്നത്. സ്റ്റാർസ് പാലക്കാട് രൂപതയിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. സാൻജോ ട്രെയിനിങ് ഫോർ അക്കാഡമിക് ഫോർ റിസോഴ്സ്ഫുൾ സ്റ്റുഡൻസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇൻ്റഗ്രേറ്റഡ് ഫോർമേഷൻ നടത്താനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടത്താനായിട്ടാണ് സ്റ്റാർസ് നേരിടുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർസിലായതുകൊണ്ട് ഞാൻ ഇവരെ നല്ലോണം മിസ് ചെയ്യാറുണ്ട്. ഇവരുടെ വില എനിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ഇവരെ കുറിച്ച് ആലോചിക്കും. ഇവരുടെ കൂടെയുള്ള ലൈഫ് എത്ര എൻജോയബിൾ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തല്ലൊക്കെ കൂടാറുണ്ടെങ്കിലും നല്ല രസമാണ് ഇവനോടൊക്കെ നടക്കാൻ. പുറത്ത് ഞങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ ആൾക്കാർ ചോദിക്കും, നല്ല രസമായിരിക്കും അല്ലേ. ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ 5 പേര് സൂപ്പറായിരിക്കും, നല്ല രസമായിരിക്കും. ഞങ്ങൾക്ക് കളിക്കാൻ വേറെ ആൾക്കാരില്ലെങ്കിൽ തന്നെ ഞങ്ങൾ 5 പേരാണെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിരിക്കില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പള്ളിയിൽ പോവുക. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാറ്റീസം ഉണ്ട്. കാറ്റീസത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അതെല്ലാം കുടുംബത്തോടെ ഒത്തുചേർന്ന് അതൊക്കെ പങ്കിടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സന്ധ്യ പ്രാർത്ഥനകൾ മാറിയാണ് ചെല്ലാറുള്ളത്, ബൈബിളും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരെയും നന്നായി കെയർ ചെയ്യുകയും നല്ല പോസിറ്റീവ് ചിന്തകൾ നൽകുകയും ചെയ്യും. ഞങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യും. ഞാനാണ് 3-മത്തെ മോൻ. അതുകൊണ്ട് എനിക്ക് ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. ഞാനാണ് ഇളയ മോനെ. ഞാൻ അമ്മേനെ അപ്പേനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട്. മാമലകൾ മഞ്ഞണിയും മാരിവിൽ താഴ്വരയോ കാതങ്ങളായി ഞാനലയും നീ മലർവാടികളോ. ഇതാണ് എൻ്റെ കുടുംബം. ഭാര്യ, 5 മക്കൾ. ഞങ്ങളെപ്പോഴും വളരെ സന്തോഷമാണ്. അത് ഞങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടാക്കുന്നതല്ല, തമ്പുരാൻ തരുന്നൊരു നിറവിൽ നിന്നുള്ളൊരു സന്തോഷമാണ്. സാധാരണയായിട്ട് എല്ലാവർക്കും പല സ്ഥലങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ പോകാൻ വലിയ ആഗ്രഹമാണ്. എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ കാഴ്ച ഈ കുടുംബത്തിലോട് തിരിച്ചു വരിക എന്നുള്ളതാണ്. ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുടുംബത്തിലെത്തി ഇവരോടായിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ആ ആനന്ദവും അനുഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പം മക്കളുടെ അടുത്തുണ്ടാവുക, ഭാര്യയോടൊപ്പം ആയിരിക്കുക, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഔട്ടിങ്, ഏറ്റവും വലിയ ടൂറ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ട്. മക്കൾക്കെല്ലാവർക്കും പുറത്തുനിന്ന് ഇടയ്ക്കൊന്ന് പോയി കറങ്ങുന്നൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മാസങ്ങളിലോ 2 മാസം കൂടുമ്പോഴോ ചെറുതായിട്ടൊന്ന് പുറത്ത് പോകും. പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളുടെ കല്യാണങ്ങൾ, അങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്ക് ഞങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മുഴുവൻ കുടുംബമായിട്ട് എപ്പോഴും സംബന്ധിക്കാറുണ്ട്.
അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും സന്തോഷവും. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവരത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ എന്നോട് പറയുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ വൈകുന്നേരം ആയവർ ഒന്നിച്ച് എൻ്റെ അടുത്ത് ഇരുന്ന് ഓരോ കഥകളും നമ്മളൊന്നിച്ചൊരു സിനിമ കണ്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ സന്തോഷമാണ്. തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് മക്കളെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ഓരോ മക്കൾ തരുമ്പോഴും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പല കാര്യങ്ങളും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വളരെയധികം കൃപ ഞങ്ങൾക്ക് തമ്പുരാൻ തന്നായിരുന്നു. ആദ്യത്തെ കൊച്ചുണ്ടായ ശേഷമാണ് ഞാൻ സാധാരണയായിട്ട് പുതുതായിട്ടൊരു ബിസിനസ് സംരംഭം ആരംഭിക്കുകയും അതിൻ്റെ ഒരു മാലാരിഷ്ടതകളോടെ പോയി നടക്കുന്ന സമയത്താണ് ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തിരുന്ന ബിസിനസ് സ്റ്റേബിളാവുകയും അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു ഇൻകം ഞങ്ങൾക്ക് ജീവിക്കാനും നന്നായിട്ട് നടക്കാനുള്ളൊരു ഇൻകം അതിൽ നിന്നുണ്ടായി. പിന്നീട് രണ്ടാമത്തെ കൊച്ച് അവൾ ജനിക്കുന്ന സമയത്ത് ഞാനാണ് കൊച്ചിനെ കയ്യിൽ വാങ്ങിച്ചത്. ആ ദിവസം ഞാൻ ആശുപത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ ജനിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസപരമായിട്ടും ഉദ്യോഗപരമായിട്ടും ലണ്ടനിലേക്ക് എനിക്ക് കിട്ടിയപ്പോൾ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ലണ്ടനിലോട്ട് പോയി. പിന്നീട് ഭാര്യ മക്കളെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് ഭാര്യ അങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ശരി, അത് തമ്പുരാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. അങ്ങനെ മൂന്നാമത്തെ കൊച്ചും ഉണ്ടായി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. മൂന്നാമത്തെ കൊച്ചാകുമ്പോഴേക്കും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പുരോഗതി വന്നു. ഇരുചക്ര വാഹനത്തിൽ നിന്ന് 4 ചക്ര വാഹനത്തിലോട്ട് ഞങ്ങൾ മാറി. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ സമയത്തും ആവശ്യം വേണ്ട കാര്യങ്ങൾ തമ്പുരാൻ ഒരുക്കി തരികയാണ് ഉണ്ടായത്. 4ാമത്തെ ആൾ ജനിച്ച ശേഷം വളരെയധികം കച്ചവടത്തും ഇതും സ്ഥലം മേടിക്കാനും കൂടുതൽ സ്ഥലം മേടിക്കാനും ഒരു ബിൽഡിംഗ് പണിയാനും ഒക്കെ ഉള്ളൊരു ആലോചനയും ഇതുണ്ടായത് 4ാമത്തെ ആൾ ജനിച്ച ശേഷം. 5ാമത്തെ ആളോട് കൂടിയിട്ട് തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപകളുടെ കോരിച്ചെരുവിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കച്ചവട സ്ഥാപനം, ഒരു ബിൽഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തമ്പുരാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അപ്പം മക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോഴെങ്കിലും ആളുകൾ ചോദിക്കും, കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നത് അവരെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടല്ലേ, അവരുടെ തുടർന്നുള്ള ജീവിതത്തിന് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ലേ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ അത് കാണിച്ചു കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്കും. അതായത് ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്തും എന്തായിരുന്ന അവസ്ഥ അതിൽ നിന്ന് വളരെ ഉയരത്തിലോട്ടിലാണ് രണ്ടാമത്തെ കുഞ്ഞുങ്ങളുണ്ടാവും. അതിനുശേഷം വരുന്ന ഓരോ മക്കളെല്ലാം ദൈവം ഞങ്ങൾക്ക് നൽകിയത്. അപ്പം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കണ്ട് തമ്പുരാൻ വളരെ ഞങ്ങൾ കരുതലോടുകൂടി കൊണ്ടു നടന്നതിനുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷവും കൂടിയിട്ട് ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. 4ാമത്തെ മോളുണ്ടായ ശേഷം ഞങ്ങൾ ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിൽ പോയപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവവും ഇതൊക്കെ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ സാധിച്ചുകൊണ്ട് ഡെയിലി പള്ളിയിൽ പോകണം, കുർബാന കുമ്പസാരം അതിനോടൊക്കെ കൂടുതൽ പ്രതിബദ്ധത കാണിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. ദൈവം തൊടുന്ന ഒരു അനുഭവം ഉണ്ടായി. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഇത് ദൈവം നമുക്ക് അറിഞ്ഞു തരുന്നതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. പിന്നെ കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ ബൈബിൾ റീഡിങ് അതൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരെ വചനം പഠിപ്പിക്കാറുണ്ട് ഞങ്ങൾ. അപ്പം ഞാൻ കൊച്ചുങ്ങൾ പിന്നെ രോഗം വരുമ്പോഴൊക്കെ നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പിള്ളേരെ വചനം പഠിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ മാതാവിനോടുള്ള ഭക്തിയും മക്കളെ വളർത്താറുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ എല്ലായിടത്തും എത്താൻ പറ്റില്ലാത്തപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ എല്ലായിടത്തും സ്കൂളിൽ പോയിരുന്നാലും നിങ്ങൾക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, അമ്മ എന്നെ സഹായിക്കണേന്ന് പറയാം. അപ്പോൾ ഇവിടെ വീട്ടിൽ നമുക്ക് പേടിച്ചിട്ട് കരയൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഓടി വരും. അപ്പോൾ അമ്മ ഇല്ലാത്ത സ്ഥലത്തുകൾ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും വരുന്ന അമ്മ മാതാവാണെന്ന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയിലെ എല്ലാ പ്രോഗ്രാമിനും ഇവരെ നമ്മൾ ഉൾക്കൊള്ളിക്കും. പിന്നെ ഞങ്ങളുടെ ചെറിയ ഇടവകയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ ചേർത്തുകയും ചെയ്യും. ഇവർക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ കിട്ടും. പിന്നെ എല്ലാവരുടെ ടീച്ചർമാരായാലും അച്ഛന്മാരാണേലും ഇവരെ ഒത്തിരി എൻകറേജ് ചെയ്യും.
ജീവിതത്തിൽ നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ പരീക്ഷണങ്ങളും തന്നിട്ടുണ്ട്. അത് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും നമ്മുടെ വിശ്വാസം അടിയുറപ്പിക്കാനുമാണെന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ മൂത്ത മോനുണ്ടായപ്പോൾ അവന് ചെറിയ ചെറിയ ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഒരു 5 വയസ്സ് വരെ എന്നും പനി രോഗങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ അടിയുറച്ചുന്നുണ്ട് അതൊക്കെ സൗഖ്യപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ മോള് പെട്ടെന്ന് ഒരു 8 മാസം ആയപ്പോഴാണ് അവളുണ്ടായത്. അപ്പോൾ അവൾക്ക് ലാക്ടോജൻ അലർജി, അങ്ങനെ അത് കുറേ നാളത്തേക്ക് പാല് കുടിക്കാൻ പറ്റില്ല, പാലിൻ്റെ അലർജി ആയിരുന്നു. അപ്പോൾ അതൊരു 6 വയസ്സ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പാല് കുടിച്ചാൽ കുഞ്ഞ് ഛർദ്ദിക്കുക, വയറിളകുക അങ്ങനെയായിരുന്നു. ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ അത് മാത്രം കൊടുക്കാതിരിക്കുക, പാല മുട്ട നമുക്ക് എപ്പോഴും അങ്ങനെ അത് ഉപേക്ഷിച്ച് ബിസ്ക്കറ്റ് പോലും അങ്ങനെ കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. അതിലൊക്കെ മിൽക്ക് കണ്ടൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും അത് പറ്റില്ല. പക്ഷെ നമ്മളപ്പോൾ അമ്മച്ചിമാർ പറഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണല്ലോ. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കൊച്ചിനൊരു വചനം പറഞ്ഞു എപ്പോഴും കുരിശ് വരച്ചൊക്കെ പ്രാർത്ഥിക്കും. അത് ഒരു 3-4 വയസ്സായപ്പോഴത്തേക്കും ആ അലർജി വിട്ടുമാറിപ്പോയി. പിന്നെ അവൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാനായി. 3ാമത്തെ മോനായി കഴിഞ്ഞപ്പോൾ അവന് സംസാരിക്കാനും നടക്കാനൊക്കെ ഇത്തിരി എല്ലാവരെക്കാളും ഡിലേ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു നമുക്ക് പല പല ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ചു. ഇപ്പം കാൽഷ്യം ഡെഫിഷ്യൻസി, കാൽഷ്യം ഗുളികളൊക്കെ കുറേ കഴിച്ചു. എങ്കിലും അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് കുഞ്ഞായിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ പെട്ടെന്ന്. അപ്പം അത് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം, മോളുടെ ഇത് സൗഖ്യപ്പെട്ടാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അപ്പം ഞാൻ ചാടി പറഞ്ഞു ഞാനത് പറയുന്നില്ല, ഇപ്പം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അത് വാക്ക് പറഞ്ഞിട്ട് പറ്റില്ലല്ലോ, എങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ മനസ്സോടെ വെച്ചു. കുഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോൾ അവിടെ പോകാൻ ഒരു സാഹചര്യം ദൈവം ഒരുക്കി കുടുംബത്തോടൊപ്പം. അപ്പോൾ അവിടെ ഞാൻ സ്റ്റേജിൽ കയറി പറയില്ലെന്ന്, പിന്നെ എനിക്ക് പേടിയായി. അപ്പോൾ പറയില്ലെന്ന് വെച്ചപ്പോൾ പിന്നെ ഇപ്പോൾ അനുഗ്രഹം, അപ്പോൾ അവിടുത്തെ ഒരു പ്രേക്ഷിതം പറഞ്ഞു അനുഗ്രഹം കിട്ടിയിട്ട് പറയാതിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പെട്ടെന്നൊരു ദൈവം ഒരു ധൈര്യം അപ്പോൾ പെട്ടെന്ന് തന്നു. അപ്പോൾ അവിടെ സ്റ്റേജിൽ ആളുകളുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ അട്ടപ്പാടി പോയപ്പോൾ തന്നെ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ അവരൊന്ന് കർത്താവ് നിങ്ങൾക്ക് ധാരാളം കൗൺസിലിങ്ങിലൊക്കെ പോകും, മക്കളെ തന്ന് അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ പോയി. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4ാമത്തെ മോളുണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇത്തരം മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളല്ലേ, 3 ശരി 4 മക്കളെന്നൊക്കെ പറയുമ്പോൾ അവരെ സാമ്പത്തികം അവരുടെ പഠനമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഇപ്പം നിനക്ക് ഒരു വിവരം ഇല്ലെന്നൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ പറഞ്ഞു വിവരത്തോടെ തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു ഇപ്പോൾ ദൈവം തന്നാന്ന് പറഞ്ഞ് സ്വീകരിക്കും. ഞങ്ങൾ ദൈവം തന്നാൽ ഞാൻ എപ്പോഴും ഉറപ്പോടെ പറയുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേട്ടന് 12 വർഷമായി കുഞ്ഞുങ്ങളുണ്ടാതിരുന്നിട്ട്. അപ്പം അവരും പ്രസവം നിർത്താനൊന്നും സമ്മതിച്ചില്ല, അപ്പച്ചനും അമ്മച്ചിയൊന്നും. അതുപോലെ ജോമജാൻ്റെ വീട്ടിലാണേലും അനിയന് ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി. അപ്പം 2 കുടുംബത്തിലും മക്കൾ കുറവാണ്. അപ്പോൾ 2 അമ്മച്ചിമാരും നല്ല ആരോഗ്യമുള്ള പറഞ്ഞു ഞങ്ങൾ മക്കളെ നോക്കാം, നിങ്ങൾ പ്രസവം നിർത്താതിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് വീട്ടുകാരുടെ സപ്പോർട്ടും ബന്ധുജനങ്ങളും എല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. മറ്റുള്ളവർ കുറച്ച് കുത്തുവാക്കുകളൊക്കെ ഇങ്ങനെ ഒരു കളിയാക്കൊക്കെ പറഞ്ഞെങ്കിലും നമ്മളതിൽ നിന്ന് പിന്മാറിയില്ല. അപ്പം അതൊരു വലിയ സംഭവമാണ്. പിന്നെ നമുക്ക് 4 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ പല ബന്ധുക്കൾക്കും ഇനിയും കുഞ്ഞുങ്ങൾ വേണമെന്ന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ചിന്ത വന്നു. അങ്ങനെ അവർക്ക് വളർത്താൻ പറ്റുമെന്ന് അവർക്കൊരു കോൺഫിഡൻസ് ആയി. അവരിപ്പോൾ ജോലിയായിട്ട് പുറത്തൊക്കെ ആകുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് 2 പേരെ വളർത്താൻ പറ്റുള്ളൂ, നിങ്ങൾ നാട്ടിലുള്ള. പക്ഷെ നമ്മൾക്കത് പറ്റുമെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കതൊരു ധൈര്യമായി, മോട്ടിവേഷനായി. പിന്നെ ഇവരെ 5ാമത്തെ ആൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അതിന് ഒരു പ്രചോദനമാണ്. 5ാമത്തെ ആൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇത് ഹാർദവമായിട്ടാണ് സ്വീകരിച്ചത്. പിന്നെ ബിഷപ്പൊക്കെ വന്നാണ് ഇവൻ്റെ മാമോദിസ നൽകിയത്. അതിപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ മുഴുവൻ ഒരു എല്ലാവർക്കും തന്നെ ഒരു ഇതാണ്, ഇനിയും നിങ്ങൾക്ക് മക്കൾ വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയും ഇതൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ഞങ്ങളുടെ 2 കുടുംബങ്ങളുടെ അമ്മമാരും കട്ടയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, തമ്പുരാൻ തരുന്ന ദാനം അത് 2 കൈ നീട്ടി വിശ്വാസത്തോടെ സ്വീകരിക്കുക. അവരെ തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പരമേൽപ്പിച്ചുകൊണ്ട് അവരെ നിങ്ങൾ വളർത്തുക. അവർക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ നിങ്ങൾക്ക് തന്നോളും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ പുറകോട്ട് പോരേണ്ട കാര്യമില്ല. എല്ലാ കാര്യത്തിലും തമ്പുരാനൊരു കണക്കൂട്ടലുണ്ട്. തമ്പുരാൻ അതിനനുസരിച്ചാണ് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നത്. നമ്മളെ തമ്പുരാൻ്റെ വിളിക്ക് വേണ്ടിയിട്ട് കാതോർക്കുക, ആ വിളിക്ക് പ്രത്യുത്തരം ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വഴികളെല്ലാം സുഗമമാക്കി തരും.
അത് ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 2 കുടുംബങ്ങളുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണവും അതിനുള്ള പിന്തുണയും ഇതെല്ലാം ഞങ്ങൾക്ക് വലിയ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. ഇപ്പോൾ ഡോക്ടറാണെ തന്നെ ഒരു 3 എണ്ണം ആയി കഴിഞ്ഞ് പറഞ്ഞു നിൻ്റെ മസിൽസൊക്കെ വീക്കാണ്, പിന്നെ അടുത്ത ഡെലിവറിയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും, പ്രസവം നിർത്തുക നല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ആശുപത്രി മാറും. പിന്നെ ഡോക്ടർ എന്നെ കാണുമ്പോൾ ചോദിക്കും താൻ ഇന്നും ഇതുവരെ നിർത്തിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ ഡോക്ടർ നമ്മുടെ നല്ലതിനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദൈവം ആ സമയത്ത് നമുക്ക് അതിനുള്ള ആരോഗ്യവും ശക്തിയും തരും. നമ്മുടെ അസ്വസ്ഥതകളൊക്കെ ആ സമയമാകുമ്പോഴത്തേക്കും ദൈവം മാറ്റിത്തരും. പിന്നെ നമുക്ക് 5 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ 2 മക്കളായവർക്കൊക്കെ തോന്നി ഇനി ഞങ്ങൾക്ക് മക്കൾ വേണമായിരുന്നു. ഇവരൊക്കെ വളരെ ഈസി ആയിട്ട് മൂത്ത മക്കൾ ഇളയ മക്കളെ കെയർ ചെയ്യുന്നു. ഒരു കൊച്ചിനെ വളർത്തുന്ന സ്ട്രഗിൾ ഇല്ല 5 പേരെ. അപ്പോൾ അവരൊന്നിച്ച് സിബ്ലിങ്സിൻ്റെ കൂടെ കളിക്കുന്നു, സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അമ്മ തന്നെ എപ്പോഴും കൊച്ചിനെ കെയർ ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവർക്കൊരു കൂട്ടമുള്ളപ്പോൾ അവർ ആ കൂട്ടിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. മറ്റേത് അമ്മയുടെ പുറകെയോ ഒരു കൊച്ചിനെ നോക്കാൻ വല്യപ്പൻ വല്യമ്മ വീട്ടുകാരെല്ലാം നിരന്ന് നിൽക്കുക, ഈ കൊച്ചെന്ത് അക്രമം കാണിക്കുന്നത്, ഇത് ഇവർ തന്നെ നോക്കിക്കോളും. അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവരുടെ കളികൾ, ഫുഡ് കഴിക്കുന്നത്, ചേട്ടനും ചേച്ചി അവർക്ക് വാരി കൊടുക്കലും പഠിപ്പിക്കലൊക്കെ ചെയ്തോളും. അവരെ കുളിപ്പിക്കുക, അവരുടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കലൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കത്ര അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ അത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെങ്കിൽ യാത്ര പോകണമെങ്കിൽ മൂത്ത പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഇളയ പിള്ളേരെ നോക്കാൻ പറഞ്ഞ് സ്കൂളിൽ നിന്ന് വരുവാണെങ്കിൽ ചേട്ടനും ചേച്ചിയോടും പറഞ്ഞു ഏൽപ്പിക്കും ഇവരെ നോക്കിയേക്കണം. ഇവർ കളികളൊക്കെ കളിക്കുമ്പോൾ തോറ്റു കൊടുക്കാൻ, മറ്റേ ഇപ്പോൾ ഒരു കൊച്ചൊക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഫീൽ അടിക്കും ഞാൻ തോറ്റു. അപ്പോൾ മൂത്തയാൾ പറയും അവൻ തോക്കട്ടെ, തോറ്റു പഠിക്കട്ടെ, തോറ്റു പഠിച്ചതിൻ്റെ ഷെയിം അവനും തോന്നട്ടെ എന്ന് പറയും. അപ്പോൾ അവർക്ക് അങ്ങനെ കളിയിലാണേലും വീട്ടിലാണേലും എന്തെങ്കിലും കളിയാക്കലുകളോ തോറ്റു എന്നുള്ള ചിന്തയോ അതൊക്കെ അവർ ഏൽക്കാനുള്ളൊരു മാനസിക കരുത്തും കൂടെ നമുക്ക് കൂടുതൽ കുട്ടികളുള്ളിടത്തു നിന്ന് സാധിക്കും. പിന്നെ ഇവർ തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൊച്ചും ഒരു പനിയാന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ഓടി വരും. അമ്മ പറയും സാരമില്ല അവിടെ തന്നെ ഇരുത്തിക്കോളാൻ പറയുമെന്ന്, വൈകുന്നേരം ആകുമ്പോൾ വിട്ടാൽ മതി എന്ന് പറയുന്നത്. അവരുടെ പിള്ളേരെ ഉച്ചയാകുമ്പോൾ തന്നെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ അവർ ഒരേ ഒരു കൊച്ചായിരിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ശരി ഒരു കൊച്ചുള്ളൂ എന്ന്. അപ്പം അമ്മമാർക്ക് ആങ്സൈറ്റി കൂടുതലാണ്. ഒരു കൊച്ചാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം ഇനി എന്താണ് എന്നുള്ള, നമുക്കത് വൈകുന്നേരം ആകുമ്പോൾ മാറും, പേടിക്കണ്ട, അവിടെ വരുമ്പോൾ അതിനുള്ള പ്രതിവിധി ഉണ്ടെന്നൊരു ധൈര്യമുണ്ട്. ഇപ്പോൾ മൂത്തവരെ വളർത്തിയതുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ്. പഠനത്തിലാണേലും ഇവർ ചേട്ടനോട് ചേച്ചിയോടൊക്കെയാണ് നമ്മൾ ഇവരുടെ പുറകെ പഠിക്കുന്നു പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. അവർ പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇരുന്ന് പഠിച്ചോളും. അപ്പോൾ ഇങ്ങനെ ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അമ്മമാർ അതിൻ്റെ ഒരു ടെൻഷനിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ല, ഇവർ ഇപ്പോൾ മറ്റവർ പഠിക്കുമ്പോൾ അവർ പറഞ്ഞവരെ ഹെൽപ്പ് ചെയ്ത് സഹായിക്കും. അപ്പം നമ്മൾക്ക് അതിൻ്റെ അങ്ങനെ ട്യൂഷനും അതും ഇതൊന്നും വിട്ട് അവർ സെൽഫാണല്ല, ഒരുവിധം എല്ലാ കാര്യങ്ങളും സെൽഫായിട്ട് ചെയ്യും. കുഞ്ഞുങ്ങളെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കൂടുതൽ മക്കളുണ്ടാവുന്നത് ഒരിക്കലും നമുക്കൊരു ഭാരമല്ല. നമുക്കതിന് വേണ്ടിയിട്ട് തമ്പുരാൻ പ്രത്യേകമായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ കൂട്ടി നടത്തിയിട്ടുണ്ട്. ആ ഒരുക്കം നമ്മൾക്ക് പരിപൂർണമായിട്ടും ലഭിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങളുണ്ടായ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒരു പൊതുവേദിയിൽ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദിയിലുണ്ടായിരുന്നൊരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് 3ാമത്തെ കൊച്ചിന് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. ഡോക്ടറും അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ വിട്ടായിരുന്നു. ഇനി ഞങ്ങൾ എന്തായാലും ആ കൊച്ചിനെ സ്വീകരിക്കാൻ പോവുകയാണ്. അത് തമ്പുരാൻ്റെ ദാനമാണ്. ഞങ്ങൾക്കതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തമ്പുരാൻ നടത്തിയിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ ആ വ്യക്തിയെ കണ്ടു. ഒരു സന്തോഷമായിട്ട് 3ാമത്തെ കൊച്ചിനെ സ്വീകരിച്ചു. അവർ ഈ പറഞ്ഞ കോംപ്ലിക്കേഷനുകളൊന്നും ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞത് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന പല പരാധീനതകളും അത് ഈ കൊച്ചിന് ഉണ്ടായ ശേഷം മാറിക്കിട്ടിയെന്ന് കൂടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കൂടുതലുള്ളത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല, അത് ആഘോഷമാണ്. ഞങ്ങളിപ്പോൾ വളരെ ആഘോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങൾക്ക് ആഘോഷമാണ്. എന്നും ആഘോഷത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ കുടുംബം നന്നായിട്ട് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ, തമ്പുരാൻ്റെ കൃപയാൽ, പ്രത്യേകമായിട്ടുള്ള കാരുണ്യത്താൽ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു.